ഫ്രണ്ട്സ്, വെൽക്കം ടു FAQ സെഷൻ. ഇന്നത്തെ FAQ സെഷനിൽ നിങ്ങൾ ചോദിച്ചിട്ടുള്ള ഡൗട്ട്സ് ആണ് നമ്മൾ ക്ലിയർ ചെയ്ത് തരാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചായ കുടിക്കുകയായിരുന്നു, ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാനാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? ചായ കുടിക്കുകയായിരുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുകയായിരുന്നു എന്ന് പറയാനായിട്ട് നമ്മൾ പൊതുവെ യൂസ് ചെയ്യുന്ന വാസ് ആണ്. ഇപ്പൊ ചായ കുടിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ ചായ കുടിക്കുകയായിരുന്നു എന്നേ പുള്ളി എഴുതിയിട്ടുള്ളൂ, ആരാ ചായ കുടിക്കുകയായിരുന്നു എന്ന് എഴുതിയിട്ടില്ല. ഓ, അപ്പോൾ ഐ വാസ് ഡ്രിങ്കിങ് ടീ എന്ന് പറയാം, ഞാൻ ചായ കുടിക്കുകയായിരുന്നു ഉദ്ദേശിച്ചത് ഞാൻ ചായ കുടിക്കാന്നായിരിക്കാം. ഇനി അവൻ ചായ കുടിക്കുകയായിരുന്നെന്നാണെങ്കിൽ ഹി വാസ് ഡ്രിങ്കിങ് ടീ എന്നായിരിക്കും. നീ ചായ കുടിക്കുകയായിരുന്നാണെങ്കിൽ യു വേർ ഡ്രിങ്കിങ് ടീ എന്നായിരിക്കും. അപ്പം എന്താണോ ഉദ്ദേശിച്ചത് അതനുസരിച്ച് ആൻസർ മാറും. ഇപ്പം ഞാൻ സങ്കല്പിക്കുകയാണ് ഞാൻ ചായ കുടിക്കുകയായിരുന്നു എന്നാണ് പുള്ളി പറഞ്ഞതെന്ന്, അങ്ങനെ അനുസരിച്ച് ഐ വാസ് ഡ്രിങ്കിങ് ടീ എന്നാണ് കേട്ടോ. ഓക്കെ, ഞാൻ അടുത്ത ദിവസം ഞാൻ ചോദിക്കട്ടെ, ഞാനായിരുന്നെങ്കിൽ അത് സമ്മതിക്കില്ല, ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? അത് സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ ഐ വുഡന്റ് അലൗ ഇറ്റ് എന്ന് പറയും. ഇപ്പൊ ഞാനായിരുന്നെങ്കിൽ ഇഫ് ഐ വേർ യു, ഐ വുഡന്റ് അലൗ ഇറ്റ് ഇഫ് ഐ വേർ യു. അങ്ങനെയും പറയാം, തിരിച്ചും പറയാം കേട്ടോ. ഇഫ് ഐ വേർ യു ഐ വുഡന്റ് അലൗ ഇറ്റ്. ഞാനായിരുന്നെങ്കിൽ എന്ന് പറയുന്ന സാഹചര്യം, ഇപ്പൊ ഏത് സാഹചര്യം ഞാനായിരുന്നെങ്കിൽ അങ്ങനെ പറയില്ലായിരുന്നു. ഇഫ് ഐ വേർ യു ഐ വുഡന്റ് ഹാവ് സെഡ് ദാറ്റ് എന്നൊക്കെ പറയാം. ഇപ്പം ഞാനായിരുന്നെങ്കിൽ എന്നുള്ള സാഹചര്യം വരികയാണെങ്കിൽ ഇഫ് ഐ വേർ യു അല്ലെങ്കിൽ ഇഫ് ഐ വേർ ഹിം, സ്ഥാനത്തായിരുന്നു. അതെ, ഇപ്പൊ ഇവിടെ നമുക്ക് അങ്ങനെ ഊഹിച്ച് ഞാൻ എഴുതിയതാണ്. ഇപ്പൊ പകുതിയെ കൊടുത്തിട്ടുള്ളൂ, വർക്കില്ല. ഇപ്പൊ നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഇഫ് ഐ വേർ യു, അവന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഇഫ് ഐ വേർ ഹിം എന്നുള്ളതൊക്കെ മാറ്റി മാറ്റി നമുക്ക് യൂസ് ചെയ്യാം സിറ്റുവേഷൻ അനുസരിച്ച്. ഇനി ആരാ ചോദിക്കണ്ടേ? അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങിക്കോളൂ, പക്ഷെ ഏത് സ്റ്റോപ്പാന്ന് പറഞ്ഞിട്ട്, ഏത് സ്റ്റോപ്പാണെന്നോ ഏത് വണ്ടിയാണെന്നോ ഒന്നും പറഞ്ഞില്ല. അടുത്ത സ്റ്റോപ്പ് ട്രെയിൻ ആയിരിക്കാം, ബസ് ആയിരിക്കാം എന്ന് ഞാൻ ഊഹിക്കുന്നു. ഇപ്പൊ ഇതുപോലത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻസ് അല്ലേ, ട്രെയിൻ, ബസ്, ഇങ്ങനത്തെ സാധനത്തിലൊക്കെ ഇറങ്ങാനായിട്ട് നമ്മൾ ഗെറ്റ് ഓഫ് എന്ന വാക്കാണ് യൂസ് ചെയ്യുന്നത്. കാരണം അത് കുറച്ച് വലിയ വണ്ടിയാണല്ലോ, കുറച്ച് വലിയ വെഹിക്കിളാണ്. അപ്പം നമുക്ക് അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങിക്കോളൂ, ഗെറ്റ് ഓഫ് അറ്റ് ദ നെക്സ്റ്റ് സ്റ്റോപ്പ് എന്ന് പറയാം. ഈ ബസ്സിൽ നിന്ന് ഇറങ്ങിക്കൊള്ളുന്നതാണെങ്കിൽ ഗെറ്റ് ഓഫ് ദ ബസ് അറ്റ് ദ നെക്സ്റ്റ് സ്റ്റോപ്പ് എന്ന് പറയാം, അല്ലെങ്കിൽ ഗെറ്റ് ഓഫ് ദ ട്രെയിൻ അറ്റ് ദ നെക്സ്റ്റ് സ്റ്റോപ്പ് എന്ന് പറയാം. ഏതാണ് ഗെറ്റ് ഔട്ട് ഓഫ് ദി കാർ, ഗെറ്റ് ഔട്ട് ഓഫ് ദി കാർ, അതെ, ഗെറ്റ് ഔട്ട് ഓഫ് ദി ഓട്ടോ, ടാക്സി, ഇതൊക്കെ നമുക്ക് ഔട്ട് ഓഫ് യൂസ് ചെയ്യാം. ഇനി ഞാൻ ഇവിടെ നിന്ന് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ എന്നെങ്ങനെ പറയും? വാക്കബിൾ ഡിസ്റ്റൻസ്. കറക്റ്റ്, വാക്കബിൾ ഡിസ്റ്റൻസ്. അപ്പൊ ഇവിടെ നിന്ന് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ അങ്ങനെ പറയും. It's only walkable distance from here. ഇവിടെ നിന്നുള്ളതിന് ഫ്രം ഹിയർ. അപ്പൊ നടക്കാനുള്ള ദൂരമേ ഉള്ളൂ എന്ന് പറയുമ്പോഴാണ് നമ്മൾ വാക്കബിൾ ഡിസ്റ്റൻസ് എന്ന വാക്കാണ് യൂസ് ചെയ്യുന്നത്. അതാണ് കൺഫ്യൂഷൻ. ഈ സെന്റൻസിൽ ബാക്കിയുള്ളത് ഈസിയാ, ഈ നടക്കാനുള്ള ദൂരം എങ്ങനെയാ പറയുന്നത്, അതാണ് കൺഫ്യൂഷൻ. അപ്പൊ വാക്കബിൾ ഡിസ്റ്റൻസ് എന്നാണ് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, നീ ചോദിക്കണ്ടേ? അടുത്ത ക്വസ്റ്റ്യൻ, ഇനി അങ്ങോട്ട് നമുക്ക് പരസ്പരം സത്യസന്ധരായിരിക്കാം. ഇനി അങ്ങോട്ട് പരസ്പരം സത്യസന്ധരായിരിക്കും. അപ്പോൾ ഇതുവരെ സത്യസന്ധരായിരുന്നില്ല. അതായത് ആരോടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു കോമൻറ്റിൽ വന്നിട്ട് ഒരാഴ്ച ആയിട്ടിട്ട് ഇപ്പോഴാണ് റിപ്ലൈ എടുക്കുന്നത്. ഫ്രം നൗ ഓൺ ലെറ്റ്സ് ബി ഓണസ്റ്റ് വിത്ത് ഈച്ച് അതർ. ഇവിടെ ഇനി അങ്ങോട്ട് എന്നുള്ളതാണെന്ന് തോന്നുന്നു കൺഫ്യൂഷൻ. ഇതൊക്കെ കൊളോക്കിയൽ യൂസേജ് ആണ്. ഇനി അങ്ങോട്ട്, ഇനി മുതൽ എന്ന് നമ്മൾ അല്ലാതെ നമ്മൾ പറയുമ്പോൾ ഇപ്പോൾ ശുദ്ധ മലയാളം എന്നൊക്കെ പറയുമ്പോൾ ഇനി മുതൽ, ഇനി അങ്ങോട്ട് എന്ന് പറയുമ്പോൾ കുറച്ചൊരു കൊളോക്കിയൽ ടേം അല്ലേ, ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയുന്നതായിരിക്കും ആളുകൾക്ക് കൺഫ്യൂഷൻ. ഇനി അങ്ങോട്ട്, ഇനി മുതൽ, ഇന്ന് മുതൽ, അങ്ങനത്തെ ഇനി മുതൽ എന്നുള്ളതിലെല്ലാം നമ്മൾ ഫ്രം നൗ എന്ന് യൂസ് ചെയ്യാം. ഫ്രം നൗ ഓൺവേർഡ്സ് കുറച്ചുകൂടി ഒഫീഷ്യൽ ആയിട്ട് പറയുമ്പോൾ ഫ്രം നൗ ഓൺവേർഡ്സ് എന്ന് പറയാം. പിന്നെ ഇവിടെ വേറൊരു വാക്കെന്ന് പറയുന്നത് ഓണസ്റ്റ്. അത് പലരും ഹോണസ്റ്റ് എന്നാണ് പറയുന്നത്. H സൈലന്റ് ആണ് കേട്ടോ, ഓണസ്റ്റ് ആണ്, ഹോണസ്റ്റ് അല്ല, ഓണസ്റ്റ്. ഓക്കെ, ഇനി ആരാ? ഞാനാണോ? ചേച്ചി ചോദിച്ചോ. നീ കുറച്ച് ദിവസങ്ങൾ കൂടി കാത്തിരിക്കണമായിരുന്നു. So we have to use should have. Correct. Should have. അപ്പം I should have waited for a few, നീ പറയുന്നതല്ല, few more days. Few days എന്ന് പറയാം, പക്ഷെ അതാണ് കുറച്ചുകൂടി ബെറ്റർ. Few more days. I should have waited for a few more days. ഇവിടെ ഒരു കാര്യം, a few, അതെ, ഡിഫറൻസ്. ഫ്യൂ എന്ന് പറയുമ്പോൾ തീരെ ഇല്ല എന്ന് തന്നെ പറയാം. തീരെ ഇല്ല എന്ന് പറയും. കുറച്ച് ദിവസം എന്ന് പറയുമ്പോഴാണ് നമ്മൾ a few. ഓക്കെ, തീരെ ഇല്ലാത്തപ്പോഴാണ് നമ്മൾ ഫ്യൂ ഡേയ്സ്. ഫോർ എക്സാമ്പിൾ, എന്താ, ഐ ഹാവ് ഫ്യൂ
കപ്സ് ലെഫ്റ്റ് എന്ന് വെച്ചാൽ തീരെ ഇല്ല എന്നാണ്. തീരെ കപ്പില്ല. ഐ ഹാവ് എ ഫ്യൂ കപ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് കപ്പുണ്ട്. തീരെ ഇല്ലാത്തപ്പോഴാണ് നമ്മൾ ഫ്യൂവും, അത്യാവശ്യം കുറച്ചുണ്ടെങ്കിൽ എ ഫ്യൂവും യൂസ് ചെയ്യാം. അതാണ് ഡിഫറൻറ്റ്. ഗ്രാമർ ക്ലാസ്സിൽ പഠിച്ചത് ബോക്സിലൊക്കെ സൈഡിൽ കൊടുക്കും ബുക്കിന്റെ. നമുക്ക് ഈ പ്രപ്പോസിഷനിലുണ്ടായിരുന്നു ഒരു ബോൾ നടുക്ക് വന്നിട്ട് ബിറ്റ്വീൻ, ഓൺ, ഇൻ, അതൊക്കെ ഉണ്ട്. ഇനി അടുത്തത് നീയാണോ ചോദിക്കണ്ടേ? നീയാ ചോദിച്ചത്. ഇവ രണ്ടിൽ ഏതിലാണ് കൂടുതൽ ഭാരം? ഏതിനാണ് കൂടുതൽ ഭാരം? കൂടുതൽ ഭാരം ഇപ്പൊ നമ്മളിപ്പോ എന്തെങ്കിലും കൂടുതൽ ഭാരം, കൂടുതൽ ഭംഗി, കൂടുതൽ അങ്ങനെ കൂടുതൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ കമ്പാരിറ്റീവ് വേർഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് കൂടുതൽ ഭാരം എന്നുള്ളതിന് ഹെവിയർ എന്നാണ് യൂസ് ചെയ്യുന്നത്. ഹെവി, ഹെവിയർ, ഹെവിയസ്റ്റ് അങ്ങനെയാണ്. അപ്പൊ ഹെവിയർ ആണ് യൂസ് ചെയ്യേണ്ടത്. കമ്പയർ ചെയ്യുമ്പോൾ രണ്ടാമത്താണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പം പലർക്കും ഒരു ടെൻഡൻസി ഉണ്ട് മോർ ഹെവിയർ എന്ന് പറയാനുണ്ട്. അങ്ങനെ നമ്മൾ പറയില്ല. ഹെവിയർ എന്ന് പറയുമ്പോഴേ മോർ ഹെവി എന്നാണ് അർത്ഥം. അതായത് കൂടുതൽ ഭംഗിയുള്ള എങ്ങനെ പറയും? ബ്യൂട്ടിഫുൾ എന്നുള്ള വാക്കില്ല, അപ്പം മോർ ബ്യൂട്ടിഫുൾ എന്ന് പറയും. ഇതിൽ ഏതാണ് ഭാരം കൂടുതൽ എന്നുള്ളതിന് നമ്മൾ 2 എണ്ണം കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പം വിച്ച് ഇസ് ഹെവിയർ ഓഫ് ദ ടു, അല്ലെങ്കിൽ എമംഗ് ദ ടു എന്നും പറയാം കേട്ടോ. ഓഫ് ദ ടു, രണ്ടിൽ നിന്ന് ഏതാണ് കൂടുതൽ ഭാരം? എമംഗ് ദ ടു എന്ന് പറയാം. ഇനി ഞാൻ ചോദിക്കട്ടെ, ഇന്ന് അവൾ വിളിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. സാരല്ല, വിളിക്കും, എന്തെങ്കിലും വിളിക്കുമായിരിക്കും. പ്രതീക്ഷിക്കാം, പ്രാർത്ഥിക്കാം. ട്രാൻസ്ലേഷൻ ഐ ഡിഡ്ന്റ് എക്സ്പെക്ട് ടു കോൾ മീ ടുഡേ അല്ലേ, ഇന്നല്ലേ? പ്രതീക്ഷിക്കുന്നില്ല നമ്മൾ ഐ ഡോണ്ട് എക്സ്പെക്ട് എന്ന് വരും. ഇന്ന് ക്വസ്റ്റ്യനിലുള്ളതുകൊണ്ട് ഐ ഡോണ്ട് എക്സ്പെക്ട്. ഇതുവരെ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, ഇനി അങ്ങോട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അവള് വിളിക്കുന്നത്. സോ ഐ ഡോണ്ട് എക്സ്പെക്ട് എന്ന് പറയാം. പ്രതീക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഐ ഡോണ്ട് എക്സ്പെക്ട്. പ്രതീക്ഷിച്ചില്ല എന്നാണെങ്കിൽ ഐ ഡിഡ്ന്റ് എക്സ്പെക്ട്. past life I didn't expect. So I don't expect her to call me today. അത്രേ ഉള്ളൂ. ഇനി നീ ചോദിക്കാം. നിന്റെ ജോലി എത്രയും പെട്ടെന്ന് തീർക്കാൻ നോക്ക്. നിന്റെ ജോലി എത്രയും പെട്ടെന്ന് തീർക്കാൻ നോക്ക്. നമ്മൾ കുറച്ചുകൂടി എന്താ ഓഫീസിലൊക്കെ ആണെങ്കിൽ ASAP എന്ന് പറഞ്ഞു, ആസ് സൂൺ ആസ് പോസിബിൾ. ഇവിടെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു. അപ്പം എത്രയും പെട്ടെന്ന് എന്നുള്ള അർത്ഥത്തിൽ ആസ് സൂൺ ആസ് പോസിബിൾ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എത്രയും പെട്ടെന്ന് എന്ന് പറയാൻ. അപ്പം നിന്റെ ജോലി എത്രയും പെട്ടെന്ന് തീർക്കാൻ നോക്കാൻ എങ്ങനെ പറയാം? ഗെറ്റ് യുവർ വർക്ക് ഡൺ ആസ് സൂൺ ആസ് പോസിബിൾ. ഇത് ആക്ച്വലി നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒരു ഫ്രേസാണ്. ഇത് ഈ പ്രത്യേകിച്ച് ഈ കുറച്ച് ആളുകൾ താഴെ കീഴിൽ വർക്ക് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇത് പഠിച്ചു വെക്കാൻ പറ്റുന്ന ഒരു ഫ്രേസാണ്. ഗെറ്റ് യുവർ വർക്ക് ഡൺ ആസ് സൂൺ ആസ് പോസിബിൾ. കോമൺ ആയിട്ട് ചിലർ ഫാസ്റ്റ്ലി എന്നൊക്കെ ഫാസ്റ്റ്ലി കറക്റ്റ് ഇല്ലല്ല, അങ്ങനെ ഒരു യൂസേജ് ഇല്ല. ഫാസ്റ്റ്ലി എന്നുള്ള വാക്കേ ഇല്ല. പെട്ടെന്ന് എന്നുള്ളതിന് ഗെറ്റ് യുവർ വർക്ക് ഡൺ ഫാസ്റ്റ് എന്ന് നമ്മൾ പറയില്ല. ആസ് സൂൺ ആസ് പോസിബിൾ, ചെയ്ത് തീർക്കാൻ പറ്റുന്ന അത്രയും പെട്ടെന്ന് എന്നുള്ള അർത്ഥത്തിൽ ഫാസ്റ്റ്ലി നമ്മൾ യൂസ് ചെയ്യില്ല. അത് തെറ്റായിട്ടുള്ള യൂസ്. അങ്ങനെ ഒരു വാക്കേ ഇല്ല. ഫാസ്റ്റ്ലി, ചിൽഡ്രൻസ്, അങ്ങനത്തെ വാക്കില്ല. പിന്നെ അതുപോലെ തന്നെ ഒരു വാക്കുണ്ട്, ഈ മിസ്ചീവിയസ് കേട്ടോ. പക്ഷെ മിസ്ചീവിയസ് അല്ല, മിസ്ചീവസ് ആണ്. നമ്മളിങ്ങനെ പറഞ്ഞ് മിസ്ചീവിയസ് ആണ് പോയത്. ശരിക്കും മിസ്ചീവസ്. അതുപോലെ തന്നെ പേസ്റ്റൽ കളർ, പേസ്റ്റൽ എന്നല്ല പാസ്റ്റൽ. ഇത് ആക്ച്വലി എന്റെ ബ്രദർ പോയിന്റ് ഔട്ട് ചെയ്തപ്പോഴാണ് അത് കാണുന്നത്. പേസ്റ്റൽ കളർ നെയിൽ പോളിഷ് പാസ്റ്റൽ ആണല്ലേ? അതെനിക്ക് തോന്നുന്നു അധികം ആർക്കും അറിയില്ല. യു ഹേർഡ് ഇറ്റ് ഹിയർ ഫസ്റ്റ്. ഓക്കെ, ഇനി അടുത്തത് ഞാൻ ചോദിക്കട്ടെ. നിന്റെ ന്യായങ്ങൾ കേട്ട് ഞാൻ മടുത്തു. I am fed up hearing your excuses. അതെ, അതും ഈ കീഴിൽ ആരെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഉള്ള ആളുകളുണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും. നിന്റെ ന്യായങ്ങൾ കേട്ട് ഞാൻ മടുത്തു. ഐ എം ഫെഡ് അപ്പ് ഓഫ് ഹിയറിംഗ് യുവർ എക്സ്ക്യൂസസ്, അല്ലെങ്കിൽ ഐ എം ഫെഡ് അപ്പ് ഹിയറിംഗ് യുവർ എക്സ്ക്യൂസസ്. രണ്ടും കറക്റ്റാണ്. ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനത്തെ ഡൗട്ട്സ് ഉണ്ടായിരിക്കും അല്ലേ? ഇതിൽ ഏത് വാക്കാണ് യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഈ സെൻറ്റൻസ്. ഇതൊക്കെ സിമ്പിൾ സെൻറ്റൻസസ് ആണ്. പക്ഷെ നമുക്ക് സംശയം ഉണ്ടായി. ഇപ്പോൾ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് 100 സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിങ്ങനെ പറയാൻ പറ്റുമോ, ഇങ്ങനെയാണോ അങ്ങനെയാണോ എന്നുള്ളത്. പെട്ടെന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് ഈസി ആയിരിക്കും, പക്ഷെ ചിന്തിച്ച് എഴുതുമ്പോൾ. അപ്പം നിങ്ങൾക്ക് ഒത്തിരി ഡൗട്ട്സ് ഉണ്ടായിരിക്കും. അത് ഞങ്ങൾക്ക് കോമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് എഴുതി അറിയിക്കാം. ഞങ്ങൾ ഉറപ്പായിട്ട് അതിന് മറുപടി നൽകുന്നതായിരിക്കും. ഒന്നെങ്കിൽ കോമൻറ്റിൽ തന്നെ തരാം, അല്ലെങ്കിൽ ഇതുപോലെ വീഡിയോയിൽ നമ്മൾ പറയുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ ഷെയർ ചെയ്യുക. ഞങ്ങളുടെ വീഡിയോ ഷെയർ ചെയ്യുക, ഞങ്ങളുടെ വീഡിയോ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോസ് കാണുന്നതെങ്കിൽ ഇംഗ്ലീഷ് പഠിക്കാൻ ഇത് ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യും. പക്ഷെ സംസാരിക്കാൻ പഠിക്കണമെങ്കിൽ
ആണെങ്കിൽ പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കണം. അപ്പോൾ അങ്ങനത്തെ കോഴ്സസാണ്, പ്രാക്ടീസ് ഓറിയൻറ്റഡ് കോഴ്സസാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിലോ നമ്പറിലോ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് ആപ്റ്റായിട്ട് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങൾ അഡ്മിഷൻ എടുത്താൽ മതി, അല്ലാതെ ഞങ്ങൾ പറയുന്നതുകൊണ്ട് എടുക്കണം എന്നില്ല. അപ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഇൻഫോർമേറ്റീവ് വീഡിയോയിൽ കാണുന്നത് വരെ, ദിസ് ഇസ് രേവതി കൃഷ്ണൻ and me Adilya Ganesh signing off from English Mithra. Thank you and have a great day. English Mithra. Stop worrying, start learning.